പോളിടെക്നിക് ഹോസ്റ്റലിലെ കഞ്ചാവ് കേസിൽ പ്രതികളുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തിയേക്കും. 2 വിദ്യാർത്ഥികളും 2 പൂർവ്വ വിദ്യാർത്ഥികളുമായാണ് തെളിവെടുപ്പ്. കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. നവമി ദിനേശ് നൽകും കൂടുതൽ വിവരങ്ങളുമായി. നവമി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കളമശ്ശേരി പോളിടെക്നിക്കൽ കോളേജിലെ ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ 4 പ്രതികളാണ് ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇതിൽ കോളേജ് വിദ്യാർത്ഥികളായിട്ടുള്ള ആകാശ്, അനുരാജ്, പൂർവ്വ വിദ്യാർത്ഥികളായിട്ടുള്ള ആഷിഖ്, ഷാരിക്ക, ഇവർ 4 പേരെയും ഇവർ 4 പേരെയും എത്തിച്ചായിരിക്കും തെളിവെടുപ്പ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുക. ഇതിൽ ആകാശിന്റെ ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. അതോടൊപ്പം അനുരാജാണ് ഈ കഞ്ചാവ് പണം നൽകി കോളേജിലേക്ക് എത്തിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖും ഷാരിഖും കോളേജിൽ കഞ്ചാവ് എത്തിച്ചത് എന്നുകൂടിയാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോളേജ് ഹോസ്റ്റലിൽ ഇവരെ 4 പേരെയും എത്തിച്ച് തെളിവെടുക്കാനുള്ള നീക്കത്തിലേക്ക് അന്വേഷണ സംഘം എത്തി നിൽക്കുന്നത്. ഒപ്പം ഈ 4 പേരെയും വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലും ഒക്കെ പുരോഗമിക്കുകയാണ്. ഇവർ എത്ര നാളായി കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, മറ്റ് വിദ്യാർത്ഥികൾക്ക്, സഹപാഠികൾക്ക് കഞ്ചാവ് നൽകിയിട്ടുണ്ടോ, ഒപ്പം മറ്റ് കോളേജുകളിലൊക്കെ ഇവർ ലഹരി എത്തിച്ചിട്ടുണ്ടോ എന്നൊക്കെ പോലീസിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള വിശദമായ ചോദ്യം ചെയ്യലുകളും കളമശ്ശേരി പോലീസിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇവർക്ക് ലഹരി എത്തിച്ചത് ഇതര സംസ്ഥാന തൊഴിലാളിയായ പെരുമ്പാവൂർ സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളികളാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇവരെയും വിശദമായി ചോദ്യം ചെയ്യും. ഇവരെവിടെ നിന്നാണ് ലഹരി എത്തിക്കുന്നത്, മറ്റേതൊക്കെ കോളേജുകളിലാണ്, എറണാകുളത്തെ വിവിധ കോളേജുകളിൽ ഇവർ ലഹരി എത്തിക്കുന്നുണ്ടെന്നും പോലീസിനോട് മൊഴി നൽകിയിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ കോളേജുകൾ ഏതൊക്കെയാണ്, അങ്ങനെ ഇതിന്റെ ഒരു ഉറവിടം കണ്ടെത്തി അതിന്റെ കണ്ണികളെ മുറിക്കുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് പോലീസിന്റെ നീക്കം. അതോടൊപ്പം തന്നെയാണ് എറണാകുളം ജില്ലയിൽ ഇപ്പോഴും ലഹരി പിടികൂടുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശോധനയും പുരോഗമിക്കുകയാണ്. നന്ദി. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.